സട്ടാവും സംരക്ഷകരമായ ഉടയവനെ വെല്ലുവിളിക്കുക എന്നത് ഒരു ഹരമായി ആവേശമായി കൊണ്ടു നടക്കുകയാണ് നാസ്തികന്മാരും ഇന്നത്തെ നവനാസ്തിക കൂട്ടങ്ങൾ. ഈ ലോകത്തിനൊരു സട്ടാവുണ്ട് എന്നത് അവർക്ക് ആലോചിക്കാൻ പോലും കഴിയുന്നില്ല. അവരുടെ അഹങ്കാരത്തിന്റെ മൂർധന്യം കൊണ്ട് ഈ സൃഷ്ടി മഹാപ്രപഞ്ചത്തിന്റെ പിന്നിൽ ശക്തമായ ഒരു ഇടപെടലുണ്ട് എന്ന സത്യത്തെ അംഗീകരിക്കാൻ കഴിയുന്നില്ല എന്ന് മാത്രമല്ല, ലോകത്തിന്റെ മുന്നിൽ അവർ നിരന്തരം വിളിച്ചു കൂവുകയാണ്, ലോകത്തിനൊരു സട്ടാവേയില്ല, ലോകത്ത് സൃഷ്ടി എന്ന ഒന്ന് നടന്നിട്ടേ ഇല്ല, പിന്നെ എങ്ങനെയാണ് ലോകത്ത് സട്ടാവുണ്ടാവുക എന്നാണ് അവരുടെ ചോദ്യം. ലോകത്ത് സൃഷ്ടി നടന്നിട്ടുണ്ടെങ്കിലല്ലേ സട്ടാവിന് പ്രസക്തിയുള്ളൂ? ലോകത്ത് സൃഷ്ടി നടന്നിട്ടേ ഇല്ല, അതുകൊണ്ട് ലോകത്തിനൊരു സട്ടാവിന് പ്രസക്തിയില്ല, ലോകത്തൊരു ദൈവമില്ല, ലോകത്തിനൊരു നാഥനില്ല എന്ന് നിരന്തരം എഴുതുകയും പറയുകയും വിളിച്ചു കൂവിക്കൊണ്ടേയിരിക്കുകയും ചെയ്യുന്നു. ഇന്നലകളിൽ യൂറോപ്പിന്റെ തെരുവുകളിലാണ് ഈ ലോകത്തിനൊരു ശക്തിയുണ്ടെങ്കിൽ ആ ശക്തിയുടെ പേര് ദൈവം എന്നാണെങ്കിൽ ആ ദൈവത്തെ ഞങ്ങളിതാ കൊന്നിരിക്കുന്നു എന്ന കൊലവിളിയുമായി കൊണ്ടാണ് യൂറോപ്പിന്റെ തെരുവുകളിൽ അണിഞ്ഞ വസ്ത്രങ്ങൾ പോലും കീറി വലിച്ചെറിഞ്ഞ് ചില താത്വികാചാര്യന്മാരും അവരുടെ അനുയായികളും കൊലവിളിയുമായി മുറവിളി കൂട്ടി ഓടി നടന്നത് എന്ന് നമ്മൾ ഓർക്കേണ്ടതുണ്ട്. അവർ പിന്നെയും പറഞ്ഞു, ഞങ്ങളെ നയിക്കാനും ഞങ്ങളെ നിയന്ത്രിക്കാനും ഞങ്ങളുടെ സ്വാതന്ത്ര്യത്തിന് കൂച്ചുവിലങ്ങിടാനും ഒരു ശക്തിയുണ്ടെങ്കിൽ ആ ശക്തിയുടെ പേര് ദൈവം എന്നാണെങ്കിൽ ആ ദൈവത്തെ ഞങ്ങൾ കൊല്ലുമെന്ന് പ്രഖ്യാപിക്കുകയും ഇനി ഞങ്ങളെ പേടിച്ച് ഞങ്ങളെ ഭയന്ന് ദൈവം അത്യുന്നതമായ സ്വർഗലോകത്ത് പോയി അഭയം തേടിയാൽ ആ അത്യുന്നതമായ സ്വർഗലോകത്തിലേക്ക് കടന്നു ചെന്ന് എന്നേക്കുമായി ഞങ്ങൾ ദൈവത്തെ കൊല്ലുമെന്ന് പ്രഖ്യാപിക്കുവാൻ മാത്രം ദാർഢ്യത്തിന്റെ മൂർത്തരൂപങ്ങളായിരുന്നു ഈ പറയുന്ന ദൈവനിഷേധികൾ എന്ന് നമ്മൾ അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടതുണ്ട്. യഥാർത്ഥത്തിൽ ഈ ലോകത്തിനൊരു സട്ടാവുണ്ടോ എന്ന ചോദ്യത്തിന്, ദൈവമുണ്ടോ എന്ന ചോദ്യത്തിന് ഉണ്ട് എന്നാണ് നമ്മുടെ സ്വന്തം ശരീരം ലോകത്തിന്റെ മുന്നിൽ സാക്ഷ്യം വഹിക്കുക. നമ്മുടെ സ്വന്തം ശരീരം എന്ന് മാത്രമല്ല, നമുക്ക് ചുറ്റുമുള്ള പരമാണു മുതൽ പരകോടി സൃഷ്ടിവർഗങ്ങളെല്ലാം ഒരേ സ്വരത്തിൽ പറയും ഈ ലോകത്തിനൊരു സട്ടാ ഉണ്ട് 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 എന്ന്. എന്നാൽ അപ്പുറത്ത് ആസ്തികന്മാർ സട്ടാവായ ഉടയവൻ ഉണ്ട് എന്ന വിശ്വാസവും ആശയവും വെച്ച് പുലർത്തുന്ന ആശയങ്ങളും ചിന്തകളും ഇന്ത്യ മഹാരാജ്യത്തും ഉണ്ടായിരുന്നു. അവരെയാണ് ആസ്തികന്മാരെന്ന് പറയുക. അതേസമയം സട്ടാവിന്റെ അസ്തിത്വത്തെ വെല്ലുവിളിക്കുന്ന, അതില്ല എന്ന് പറയുന്നവരെയാണ് നാസ്തികന്മാർ എന്ന് പറയുക. ഈ നാസ്തികന്മാരും ഇക്കാലഘട്ടത്തിലെ നവനാസ്തിക കൂട്ടങ്ങളുമെല്ലാം ലോകത്തൊരു സട്ടാവുണ്ട് എന്ന സത്യത്തെ വെല്ലുവിളിക്കുന്നതിന്റെ ഭാഗമായി അവർ ലോകത്തിന്റെ മുന്നിൽ വിളിച്ചു കൂവിയത് ലോകത്തെല്ലാം പരിണമിച്ചുണ്ടായതാണ്. മനുഷ്യൻ പോലും പരിണമിച്ചുണ്ടായതാണ്. അതല്ലാതെ ദൈവം പ്രത്യേകമായി കടന്നു വന്ന് മനുഷ്യനെ പ്രത്യേകമായി സൃഷ്ടിച്ചതല്ല. മനുഷ്യൻ യഥാർത്ഥത്തിൽ ആൾക്കൊരങ്ങന്റെ പിൻഗാമിയാണ്. മനുഷ്യൻ യഥാർത്ഥത്തിൽ കാട്ടുകൊരങ്ങന്റെ പിൻഗാമിയാണ്. അതിന് വ്യത്യസ്തങ്ങളായ തെളിവുകൾ നിരത്തുകയാണവർ. അവരുടെ വാദം ഇങ്ങനെയാണ്: കാട്ടുകൊരങ്ങൻ മരം ചാട്ടം തുടരുന്നു കൊണ്ടിരിക്കുന്നതിനിടയിൽ പെട്ടെന്ന് അവന്റെ വാല് നഷ്ടമായി. പിന്നെയും മരത്തിൽ നിന്ന് മരത്തിലേക്ക് ചാട്ടം തുടർന്നുകൊണ്ടേയിരുന്ന കാട്ടുകൊരങ്ങന്റെ നട്ടല് പെട്ടെന്ന് സുപ്രഭാതത്തിൽ നിവർന്നു നിന്നു. പിന്നെയും മരം ചാട്ടം തുടർന്ന കാട്ടുകൊരങ്ങന്റെ താടിയല്ലിൽ ചില രൂപമാറ്റങ്ങൾ ഉണ്ടായി. അങ്ങനെയാണ് മനുഷ്യൻ എന്ന സവിശേഷമായ അവസ്ഥയിലേക്ക് ഇത്തരത്തിലുള്ള രൂപമാറ്റങ്ങൾ ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഇവിടെ ദൈവത്തിന് പ്രസക്തിയില്ല, ഇവിടെ ദൈവത്തിന് സ്ഥാനമില്ല, അത് സ്വാഭാവികമായും പരിണമിച്ചുണ്ടായതാണ് എന്ന് വരുത്തി തീർക്കാനാണ് അവർ ശ്രമിച്ചത്. ലോകം ചോദിച്ചു, എങ്കിൽ നിങ്ങൾ ഈ പറയുന്ന രീതിയിൽ സട്ടാവില്ല എങ്കിൽ, നിങ്ങൾ ഈ പറയുന്നതാണ് ശരിയെങ്കിൽ മനുഷ്യനും അതോടൊപ്പം തന്നെ കുരങ്ങനും ഇടയിലുള്ള ഇടക്കണ്ണികൾ എവിടെ എന്ന മൂർച്ചയ്ക്കുള്ള ചോദ്യത്തിന് ഉത്തരം പറയാൻ ഇവർ നിർബന്ധിതരായി. ആ ഉത്തരത്തിന്റെ ഭാഗമായി കൊണ്ടാണ് ഈ പറയുന്ന നാസ്തികന്മാരും അതേപോലെ തന്നെ ഈ പറയുന്ന ഇക്കാലഘട്ടത്തിലെ നവനാസ്തിക കൂട്ടങ്ങളെല്ലാം അതേ ഹൾട്ട്മാനെ കുറിച്ച് ഇന്നലകളിൽ ചർച്ചയായത്. അതേപോലെ തന്നെ നിയാൻഡർത്താൽ മാനെ കുറിച്ചുള്ള വർത്തമാനങ്ങൾ ഉണ്ടായത്, പിൽഡൗൺ മാനെ കുറിച്ചുള്ള സംസാരങ്ങൾ ഉണ്ടായത്. ഇടക്കണ്ണികൾ എന്ന് പരിചയപ്പെടുത്തുകയാണ് ഇവർ. മനുഷ്യനും കുരങ്ങനും ഇടയിലുള്ള ഇടക്കണ്ണികളാണ് ഹൾട്ട്മാനും നിയാൻഡർത്താൽ മാനും പിൽഡൗൺ മാനൊക്കെ തുടങ്ങി വ്യത്യസ്തങ്ങളായ കഥാപാത്രങ്ങളെ ഇവർ അവതരിപ്പിച്ചു. എന്നാൽ ലോകം ഈ അവതരിപ്പിക്കപ്പെട്ട ഇടക്കണ്ണികളെ കുറിച്ച് ആഴത്തിൽ പഠന വിധേയമാക്കി. അപ്പോഴാണ് ലോകം അക്ഷരാർത്ഥത്തിൽ ഞെട്ടിത്തരിച്ചത്. ലോകത്തെ പതിറ്റാണ്ടുകളായി ഇവർ കുരങ്ങ് കളിപ്പിക്കുകയായിരുന്നു. അഥവാ മരിച്ചുപോയൊരു മനുഷ്യന്റെ തലയോട്ടിയും അതോടൊപ്പം തന്നെ ഒരു ആൾക്കൊരങ്ങന്റെ താടിയല്ലിന്റെ ചില ഭാഗങ്ങളും കട്ട് ആൻഡ് പേസ്റ്റ് ചെയ്ത് ഒട്ടിച്ചു വെച്ച് ഇടക്കണ്ണിയെ സൃഷ്ടിക്കുകയായിരുന്നു ഇവരെന്ന് ലോകം തിരിച്ചറിയുകയാണ്.
ലോകത്തെ പറ്റിക്കാൻ. ലോകത്തിനൊരു സട്ടാവുണ്ട്, ലോകത്തിനൊരു ദൈവമുണ്ട് എന്ന പച്ച പരമയാഥാർത്ഥ്യത്തെ വെല്ലുവിളിക്കാൻ തങ്ങളുടെ പിഴച്ച വികലാശയമായ കുരങ്ങനാശയമായ പരിണാമവാദത്തെ സ്ഥാപിച്ചെടുക്കാൻ ഈ പറയുന്ന ഇടക്കണ്ണികളെ പരിചയപ്പെടുത്തിയപ്പോ ആ ഇടക്കണ്ണികളെല്ലാം ഇവരുടെ തക്കിട തരികിട മുട്ട് നടപടിക്രമങ്ങളാണ് എന്ന് ലോകം തിരിച്ചറിയുകയാണ്. കണരോഗം ബാധിച്ചു മരിച്ചുപോയ ഒരു മനുഷ്യന്റെ അസ്ഥിശകലങ്ങൾ എടുത്തുകൊണ്ടാണ് ഇവർ ലോകത്തിന്റെ മുന്നിൽ വെച്ചത്. ഇതാ കുരങ്ങനും മനുഷ്യനും ഇടയിലുള്ള ഇടക്കണ്ണി എന്ന് പറഞ്ഞ് പിന്നെയും ലോകത്തെ ഇവർ വഞ്ചിക്കുകയാണ് ചെയ്തത്. എന്നാൽ തൊട്ടപ്പുറത്ത് വിശുദ്ധ ഖുർആന്റെ വരികൾ പ്രസക്തമാവുകയാണ്. ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം, മനുഷ്യനെ നാം ഏറ്റവും നല്ല ഘടനയോടുകൂടെയാണ് വാർത്തെടുത്തത് എന്ന്. ഏറ്റവും നല്ല ഘടനയോടുകൂടെയാണ് സൃഷ്ടിപ്രപഞ്ചത്തിന്റെ നാഥൻ മനുഷ്യനെ സൃഷ്ടിച്ച് സംവിധാനിച്ചത് എന്ന ആഴത്തിലുള്ള ഓർമ്മപ്പെടുത്തലാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് മുന്നിൽ പരിചയപ്പെടുത്തുന്നത്. അങ്ങനെയുള്ള സട്ടാവിനെ നമുക്ക് എങ്ങനെയാണ് സഹോദരങ്ങളെ നിഷേധിച്ചു തള്ളാനാവുക? അവനവന്റെ കണ്ണിനെ കുറിച്ച്, അവനവന്റെ കാതുകളെ കുറിച്ച്, അവനവന്റെ ഹൃദയത്തെ കുറിച്ച്, അവനവന്റെ ആമാശയ വ്യവസ്ഥയെ കുറിച്ച്, അവനവന്റെ ശരീരത്തിൽ അത്ഭുതമായ തലച്ചോറിനെ കുറിച്ച്, മസ്തിഷ്കത്തെ കുറിച്ച്, അതിന്റെ അത്ഭുതകരമായ പ്രവർത്തനങ്ങളെ കുറിച്ച്, നമ്മുടെ ശരീരത്തിലെ അത്ഭുതമായ കോശങ്ങളെ കുറിച്ച്, നമ്മുടെ ശരീരത്തിലെ DNA കുറിച്ച്, നമ്മുടെ ശരീരത്തിലെ വിയർപ്പ് കണങ്ങളെ കുറിച്ച്, നമ്മുടെ വായിൽ നിന്ന് പുറത്തു വരുന്ന ഉമിനീർ കണങ്ങളെ കുറിച്ച് പഠിക്കുന്ന ഒരാൾക്ക് എങ്ങനെയാണ് സട്ടാവും സംരക്ഷകനുമായ ഉടയവന്റെ അസ്തിത്വത്തെ നിഷേധിച്ചു തള്ളാനാവുക? ശരാശരി ആരോഗ്യമുള്ള ചെറുപ്പക്കാരന്റെ വായിൽ നിന്ന് ഒരു ദിവസം 1/2 ലിറ്റർ മുതൽ 1 ലിറ്ററിലധികം വരെ ഉമിനീരുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. ഇത്തരം ഒരു സംവിധാനമുള്ളത് കൊണ്ടാണ് നമുക്ക് സംസാരിക്കാൻ കഴിയുന്നത്. നമുക്ക് മധുരവും കയ്പും പുളിയും ചവർപ്പും എരിവും അനുഭവ സാധ്യമാകുന്നത്. ഈ അത്ഭുത സംവിധാനം നമ്മുടെ ശരീരത്തിൽ ഒഴുക്കിയ സട്ടാവയായ ഉടയവന്റെ അസ്തിത്വത്തെ നമുക്ക് എങ്ങനെയാണ് നിഷേധിച്ചു തള്ളാനാവുക? നമ്മുടെ വിയർപ്പ് കണങ്ങൾ പോലും മറ്റൊരു അത്ഭുതമാണ്. ഈ അത്ഭുത പ്രതിഭാസം നമ്മുടെ ശരീരത്തിൽ ഒരുക്കിയ ഈ മഹാപ്രപഞ്ചത്തിന്റെ നാഥന്റെ അസ്തിത്വത്തെ എങ്ങനെയാണ് നമുക്ക് നിഷേധിച്ചു തള്ളാനാവുക? എന്തിനേറെ നമ്മുടെ ഹൃദയം മാതാവിന്റെ ഗർഭാശയത്തിൽ അതേ ഗർഭസ്ഥ ശിശുവിന് അഥവാ ഭ്രൂണത്തിന് 22 ദിവസം മാത്രം പ്രായമുള്ള സമയത്ത് ബീജവും അതോടൊപ്പം തന്നെ അണ്ഡവും കൂടിച്ചേർന്ന് ബീജവും മാതാവിന്റെ ഗർഭാശയത്തിൽ അള്ളിപ്പിടിച്ച് വളർച്ച തുടങ്ങി കേവലം 22 ദിവസം മുതൽ മിടിച്ചു തുടങ്ങുന്നതാണ് നമ്മുടെ ഹൃദയം. ഇടനെഞ്ചിൽ കൈവച്ച് ഒന്ന് ചേർത്തു പിടിച്ചാൽ ആ ഹൃദയത്തിന്റെ മിടിപ്പും നമുക്ക് അനുഭവ സാധ്യമാകും. എത്ര വർഷങ്ങളായി അത് മിടിച്ചുകൊണ്ടേയിരിക്കുന്നു. നമ്മുടെ കൂട്ടത്തിൽ 10 വയസ്സുള്ള കുട്ടി മുതൽ 50, 60, 70 വരെ പ്രായമുള്ള ആളുകളുണ്ടല്ലോ. ഇടനെഞ്ചിലേക്കൊന്ന് നെഞ്ച് കൈകൾ ചേർത്ത് വച്ചാൽ ആ മിടിപ്പ് നമുക്ക് അത് അനുഭവപ്പെടും. നമ്മുടെ ഹൃദയം മിടിച്ചുകൊണ്ടേയിരിക്കുകയാണ്. മാതാവിന്റെ ഗർഭാശയത്തിലെ കേവലം ഭ്രൂണത്തിന് 22 ദിവസം മുതൽ മിടിച്ചു തുടങ്ങിയ പ്രവർത്തനക്ഷമമായ ആ ഹൃദയം ഇന്നും അതിന്റെ ദൗത്യം നിർവഹിച്ചു കൊണ്ടേയിരിക്കുകയാണ്. കേവലം 250 300 ഗ്രാം മാത്രമാണ് അതിന്റെ ഘനമുള്ളത്, അതിന്റെ തൂക്കമുള്ളത്. അതിന്റെ വലിപ്പമാകട്ടെ നമ്മുടെ വലത് കൈ ഒന്ന് മുഷ്ടി ഒന്ന് ചുരുട്ടി പിടിച്ചാൽ ഹൃദയത്തോട് ചേർത്ത് വച്ചാൽ ഈ മുഷ്ടിയുടെ അത്ര വരും ഓരോരുത്തരുടെയും ഹൃദയം. കേവലം ഒരു മാംസകഷ്ണം എത്ര അത്ഭുതകരമായിട്ടാണ് തന്റെ ദൗത്യം നിർവഹിക്കുന്നത്. ആ ഹൃദയം നമ്മുടെ ശരീരത്തിൽ നമ്മുടെ നെഞ്ചിനകത്ത് മിടിച്ചുകൊണ്ടിരിക്കെ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് ഈ ലോകത്തിനൊരു ശക്തിയില്ല, ഈ ലോകത്തിനൊരു ദൈവമില്ല, ഈ ലോകത്തിനൊരു സട്ടാവില്ല എന്ന് എങ്ങനെയാണ് സഹോദരങ്ങളെ നമുക്ക് നിഷേധിച്ചു തള്ളാനാവുക? നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവവും നമ്മളോട് 1000 തവണ ആവർത്തിക്കുകയാണ്. ഹൃദയത്തിന്റെ ഓരോ മിടിപ്പും നമ്മോട് പ്രഖ്യാപിക്കുകയാണ് ലോകത്തിനൊരു സട്ടാ ഉണ്ട് എന്ന്. നമുക്ക് ചുറ്റുമുള്ള നിരവധി ജന്തുജീവവർഗങ്ങൾ, അത് പറവകളാകട്ടെ മറ്റു തര ജന്തുജീവവർഗങ്ങളാകട്ടെ, എല്ലാം നമ്മോട് ആവർത്തിക്കുകയാണ് ഈ ലോകത്തിനൊരു സട്ടാ ഉണ്ട് എന്ന്. അതുകൊണ്ട് ഈ മഹാപ്രപഞ്ചത്തിന്റെ അധിപന്റെ മുന്നിൽ സ്വന്തത്തെ സമർപ്പിക്കുവാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. ജ്വലിക്കുന്ന സൂര്യനും പ്രഭചൊരിയുന്ന ചന്ദ്രനും മിന്നിത്തിളങ്ങുന്ന പരകോടി നക്ഷത്രങ്ങളും ആവർത്തിക്കുകയാണ് ഈ ലോകത്തിനൊരു സട്ടാവുണ്ട് എന്ന്. ജ്വലിക്കുന്ന സൂര്യനെ നോക്കിക്കൊണ്ട് ഈ ലോകത്തെ നിയന്ത്രിക്കുന്ന ഒരു ശക്തിയില്ല എന്ന് പറയാൻ നമുക്ക് എങ്ങനെയാണ് കഴിയുക? പ്രഭചൊരിയുന്ന ചന്ദ്രനെ ചൂണ്ടിക്കൊണ്ട് ഈ ലോകത്തൊരു ദൈവമില്ല, ഒരു ഉടയവനില്ല എന്ന് നിഷേധിച്ചു തള്ളാൻ നമുക്ക് എങ്ങനെയാണ് കഴിയുക? ആകാശത്ത് അതേ വാരി വിതറിയതുപോലെ മനുഷ്യന്റെ കണ്ണുകൾക്ക് ആനന്ദദായകമാവണ്ണം തിളങ്ങി നിൽക്കുന്ന പരകോടി നക്ഷത്ര സമൂഹങ്ങളെ ചൂണ്ടി
ചൂണ്ടിക്കാണിച്ച് അതെ ഈ ലോകത്തിനൊരു ശക്തിയില്ല, ദൈവമില്ല എന്ന് എങ്ങനെയാണ് അലമുറയിടാൻ നമുക്ക് കഴിയുക സഹോദരങ്ങളെ? ഇല്ല, ഒരിക്കലുമില്ല. നമുക്ക് ചുറ്റുമുള്ള സകലതും നമ്മോട് ആവർത്തിക്കുകയാണ് ഈ ലോകത്തിനൊരു സട്ടാവുണ്ട് എന്ന്. നമ്മൾ ഈ കടൽ തീരത്ത് പോയാൽ എത്രങ്ങാനും മണൽത്തരികളുണ്ട്. കൊച്ചിയിലെ ബീച്ചിലെ കടൽ തീരത്തിലെ മണൽത്തരികളെ എണ്ണിത്തിട്ടപ്പെടുത്താൻ നമ്മോട് ആരെങ്കിലും ആവശ്യപ്പെട്ടാൽ ആ ചോദ്യത്തിന്റെ മുന്നിൽ തരിച്ചു നിൽക്കാനേ നമുക്ക് കഴിയൂ. നമുക്ക് ആലോചിക്കാൻ പോലും കഴിയില്ല. അതെ, 1 കിലോ മണ്ണ് വാങ്ങി അല്ലെങ്കിൽ വാരി അതിലെ ഓരോ മണൽത്തരിയും 1, 2, 3 എന്ന് പറഞ്ഞ് എണ്ണുകയാണെങ്കിൽ എത്ര സമയമെടുക്കും, എത്ര കാലമെടുക്കും? ഈ കടൽ തീരത്തിലെ മണൽത്തരികളെ എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയുമോ എന്ന ചോദ്യത്തിന് ഇല്ല എന്നാണ് നമുക്ക് പറയാൻ കഴിയുക. ആ മണൽത്തരികൾ പോലും അത്ഭുതകരമായി സംവിധാനിച്ച ഈ മഹാപ്രപഞ്ചത്തിന്റെ ഉടയവന്റെ സാന്നിധ്യത്തെ നമുക്ക് എങ്ങനെയാണ് സഹോദരങ്ങളെ നിഷേധിക്കാൻ കഴിയുക? അതുകൊണ്ട് ഇത് സട്ടാവിന്റെ അത്ഭുതകരമായ ഇടപെടലാണ്. മണൽത്തരികൾ സട്ടാവിന്റെ സൃഷ്ടിയാണ്. ആകാശലോകത്തെ പരകോടി നക്ഷത്രങ്ങൾ സട്ടാവിന്റെ സൃഷ്ടിയാണ്. പ്രഭചൊരിയുന്ന ചന്ദ്രനും മിന്നിത്തിളങ്ങുന്ന നക്ഷത്രവും സട്ടാവിന്റെ സൃഷ്ടിയാണ്. ജ്വലിക്കുന്ന സൂര്യനും ഉടയതമ്പുരാന്റെ സൃഷ്ടാവിന്റെ സൃഷ്ടിയാണ്. നമ്മുടെ ഹൃദയത്തിൽ മിടിക്കുന്ന ഹൃദയവും നമ്മുടെ ശരീരത്തിലെ ആന്തരാവയവങ്ങളുടെ അത്ഭുതകരമായ പ്രവർത്തനങ്ങളും നമ്മുടെ ശരീരത്തിലെ മസ്തിഷ്ക കോശങ്ങളും എല്ലാം ആവർത്തിക്കുകയാണ്. ഈ ലോകത്തിനൊരു സട്ടാവുണ്ട്. അവൻ മുസ്ലിമിന്റെ മാത്രം സട്ടാവല്ല, അവൻ ഹിന്ദുവിന്റെ മാത്രം സട്ടാവല്ല, അവൻ ക്രിസ്ത്യാനിയുടെ മാത്രം സട്ടാവല്ല, അവൻ ബുദ്ധിസ്റ്റിന്റെ മാത്രം സട്ടാവില്ല, അവൻ ജൈനന്റെ മാത്രം സട്ടാവല്ല, അവൻ നിരീശ്വരവാദിയുടെ അടക്കമുള്ള ദൈവമുണ്ട് എന്ന് പറയുന്നവന്റെയും ദൈവമില്ല എന്ന് പറയുന്നവന്റെയും ലോകത്തെ എല്ലാ മനുഷ്യരുടെയും ലോകത്തെ പരമാണു മുതൽ പരകോടി സൃഷ്ടിവർഗങ്ങളുടെയും സട്ടാവാണ്. ആ ഉടയവന്റെ മുന്നിൽ നമ്രശരസ്കരാവാൻ, അവന്റെ മുന്നിൽ വിനയാന്വിതരാകാൻ, അവന്റെ മുന്നിൽ എല്ലാ അർത്ഥത്തിലും അവന് വിധേയമാകാൻ നമുക്കെന്താണ് സഹോദരങ്ങളെ തടസ്സം? ബുദ്ധിയും വിവേകവുമുള്ള നിഷ്കളങ്കമായ മനസ്സിനുടമകൾ ഉടയവന്റെ മുന്നിൽ നമ്രശിരസ്കരാകും. ഉടയവന്റെ മുന്നിൽ സ്വന്തത്തെ സമ്പൂർണമായും സമർപ്പിക്കും. ആ സമ്പൂർണ്ണ സമർപ്പണത്തിനെയാണ് യഥാർത്ഥത്തിൽ ഇസ്ലാം എന്ന് പരിചയപ്പെടുത്തുക. സട്ടാവും സംരക്ഷകനുമായ ഉടയവന് മുന്നിൽ സ്വന്തത്തെ സമ്പൂർണമായും സമർപ്പിക്കുക. അവന്റെ കൽപ്പനകളും നിയമങ്ങളും നിർദ്ദേശങ്ങളും അനുസരിച്ച് ജീവിതത്തെ സമൂലമായും ചിട്ടപ്പെടുത്തുക. മനുഷ്യന്റെ വൈയക്തിക, കുടുംബ, ദാമ്പത്യ, സാമൂഹ്യ, സാമ്പത്തിക, രാഷ്ട്രീയ മേഖലകളിൽ നിന്ന് തുടങ്ങി മനുഷ്യ ജീവിതത്തിന്റെ നിഖില മേഖലകളെ സ്പർശിക്കുന്നു മതം, അഥവാ സട്ടാവും സംരക്ഷകനുമായ ഉടയവനിൽ നിന്നുള്ള മാർഗദർശനമായ മതം. നമുക്ക് ചുറ്റും നിരവധി മതങ്ങളും ആശയങ്ങളും ദർശനങ്ങളുമുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ സട്ടാവും സംരക്ഷകനുമായ ഉടയവനിൽ നിന്നുള്ള മാർഗമാണ്, ശരിയായ മാർഗദർശനമാണ് യഥാർത്ഥത്തിലുള്ള മതം. ആ മതമാകട്ടെ മനുഷ്യ ജീവിതത്തിന്റെ നിഖില മേഖലകളെ സ്പർശിക്കുന്നു. ആ രംഗത്ത് വ്യക്തവും പൂർണ്ണവും പ്രായോഗികവും മാനവികവുമായ, തീർത്തും മാനവികമായ മാർഗവും മാർഗദർശനവും നൽകുന്നു, വഴിയും വെളിച്ചവും നൽകുന്നു. ആ മാർഗദർശനത്തെ വലിച്ചെറിഞ്ഞാൽ മനുഷ്യൻ ഇരുട്ടിലേക്ക് പോകും. ആ മാർഗദർശനത്തെ വലിച്ചെറിഞ്ഞാൽ എല്ലാ അർത്ഥത്തിലുള്ള നഷ്ടത്തിനും നാശത്തിനും നമ്മൾ നിമിത്തമാകും. അതുകൊണ്ട് വിജയം സാധ്യമാകണമെങ്കിൽ, മോക്ഷം സാധ്യമാകണമെങ്കിൽ, മാനവരാശിക്ക് എല്ലാ അർത്ഥത്തിലുള്ള സ്വസ്ഥതയും സമാധാനവും സാധ്യമാകണമെങ്കിൽ, ഇഹപര വിജയവും മോക്ഷവും സാധ്യമാകണമെങ്കിൽ സട്ടാവും സംരക്ഷകനുമായ ഉടയവൻ പഠിപ്പിച്ച മതത്തിലേക്ക്, അവന്റെ മാർഗദർശനത്തിലേക്ക് തിരിച്ചു വരലാണ് പരിഹാരമാർഗം എന്നുള്ള പരമയാഥാർത്ഥ്യത്തെ ആഴത്തിൽ തിരിച്ചറിയാൻ, അന്വേഷിക്കാൻ, വിമർശനങ്ങൾ ഉണ്ടെങ്കിൽ, സംശയങ്ങൾ ഉണ്ടെങ്കിൽ എഴുന്നേറ്റ് നിന്ന് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള തുറന്ന അവസരമാണ് നമുക്ക് മുന്നിൽ തുറക്കപ്പെടുന്നത്. ഇത്തരം അവസരങ്ങൾ സൃഷ്ടിപരമായി ഉപയോഗപ്പെടുത്തണമേ എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ വിഷയത്തെയും അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്കും ആഹ്വാനം ചെയ്തുകൊണ്ട് ഈ ഉള്ളവൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. ലോകങ്ങളുടെ നാഥൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വസ്സല്ലല്ലാഹു അലാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.